എൻ്റെ ബ്രെയിനിൻ്റെ ചില സമയത്ത് പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത് എൻ്റെ തലയിൽ തന്നെ ഇരിക്കേണ്ടതാണോ അതോ എൻ്റെ ശത്രുപക്ഷത്ത് ഇരിക്കേണ്ടതാണോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു, ഒരു സൈക്കോളജിസ്റ്റ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലേസിയാണ്. അതുകൊണ്ടാണ് പല സമയത്ത് നമുക്ക് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ബിക്കോസ് അത് ബേസിക് സർവൈവലിന് വേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ബ്രെയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇത്ര നാൾ ശരിക്കും വിചാരിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ പറയത്തില്ലേ എപ്പോഴും നമ്മൾ നമ്മുടെ ഹാർട്ടിനെ അല്ല കേൾക്കണ്ടേ, ചില സമയത്ത് നമ്മുടെ എന്താ പറയുക തലച്ചോറും കൂടെ കേൾക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ പറയുന്ന കൂടെ കേൾക്കണം നമ്മൾ പറയാറില്ലേ. ശരിക്കും അങ്ങനൊന്നും അല്ല കേട്ടോ. നമ്മൾ പൊട്ടിയാണെങ്കിൽ അതും പൊട്ടനാ, മനസ്സിലായോ? നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന മാത്രമേ അതിലോട്ട് എത്തുന്നുള്ളൂ. സോ എനിക്കത് കേട്ടപ്പോൾ ഞാനും ഇങ്ങനെ അതും ഇങ്ങനെ, അപ്പോൾ നല്ല സുഖമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും സുഖം കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ബട്ട് ദർ ഇസ് എ ബോണസ് പോയിന്റ്. സോ ഇഫ് യു പുട്ടിങ് എ കോൺഷ്യസ് എഫേർട്ട് ടു ഡു സംതിങ്, തൻ്റെ ബ്രെയിൻ നമ്മുടെ കൂട്ടത്തിൽ കട്ടയ്ക്ക് നിൽക്കുന്ന പറഞ്ഞത്. സോ ഇഫ് യു വാണ്ട് ടു ഡു സം ചേഞ്ച്, ഇഫ് യു വാണ്ട് ടു ഡു സംതിങ്, ജസ്റ്റ് കോൺഷ്യസ്ലി പുട്ട് സം എഫേർട്ട് സോ ദാറ്റ് യുവർ ബ്രെയിൻ വിൽ നിങ്ങളുടെ തല തന്നെ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങളെ വെളിവാക്കി തരുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു സുഖം കിട്ടി, നിങ്ങൾക്കൊരു സുഖം കിട്ടി.